മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ചു. എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേരുടെ ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രതികൾ 46,000 രൂപ കെട്ടിവെക്കണം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് ചേരുന്നത്. പ്രകാശ്, ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ ആണ് താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ ആണ് ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് ഈ ഹർജി ഇന്ന് പരിഗണിച്ചത്. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ കോടതി 5 വർഷം വരെ കഠിന തടവാണ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് വിധിച്ചിരുന്നത്. അവർ നൽകിയ ക്രിമിനൽ അപ്പീലിലാണ് ഇന്നിപ്പോ ഹൈക്കോടതി ഈ ആശ്വാസം, ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസം അനുവദിച്ചിട്ടുള്ളത്. ശിക്ഷ മരവിപ്പിക്കണം എന്നായിരുന്നു പ്രധാനമായും ഇവരുടെ ആവശ്യം. ഒപ്പം തന്നെ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജാമ്യം അനുവദിക്കുകയും ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ വിശദമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതായത് അഡ്വക്കേറ്റ് CN പ്രകാശ്, ഇതിലിപ്പോൾ ഈ വാക്കാൽ പരാമർശം എന്ന് പറയുമ്പോൾ ആ വിധിയിൽ ചില പിഴവുകളുണ്ട് എന്ന് മേൽക്കോടതിക്ക് പ്രാഥമികമായി തോന്നുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ ശിക്ഷ മരവിപ്പിച്ച് നിർത്തുന്നത്. തീർച്ചയായും കീഴ്ക്കോടതി, അതായത് വിചാരണ കോടതിയുടെ ഈ 4 പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ച 5 വർഷം വരെ കഠിന തടവ് വിധിച്ച ആ കണ്ടെത്തൽ, അതിൽ ആ വിധിയിൽ ചില നിയമപരമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ അപ്പീൽ അനുവദിക്കുകയും ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. മുത്തങ്ങ സമരത്തിനിടെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൾ സലാമിനെ വധശ്രമ കേസ്, അതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി മരവിപ്പിച്ചിട്ടുള്ളത്. പ്രതികൾക്ക് 5 വർഷം കഠിന തടവായിരുന്നു കൽപ്പറ്റ സെഷൻസ് കോടതി വിധിച്ചത്. ഇതിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ ഉള്ള പ്രതികളുടെ ശിക്ഷയാണ് മരവിപ്പിച്ചത്. മറ്റു പ്രതികൾ ബിനു രമേശൻ, അനിൽകുമാർ എന്നിവരാണ്. 46,000 രൂപ വീതം പിഴത്തുക ഇവർ കെട്ടിവെക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആൾജാമ്യം തുടങ്ങിയ ഉപാധികളോടെ ആണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം ഉൾപ്പെടെ നൽകുകയും അതോടൊപ്പം തന്നെ ശിക്ഷ മരവിപ്പിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഗീതാനന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഇടപെടൽ ആണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.